നമസ്കാരം. നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകുന്നതായ ചില കാര്യങ്ങൾ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തലവര മാറ്റിമറിക്കുന്ന ആ നമ്പറുകളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ആദ്യത്തേതായ നമ്പർ 696 ആണ്. രണ്ടാമത്തേതായ നമ്പർ 969 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭദ്രകാളി ദേവിയെ ഒരു നിമിഷം ഏവരും വന്ദിക്കുക. ആദ്യത്തെ നമ്പറായ 696 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഭാഗ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് നിലവിലുള്ളത്. ചില കാര്യങ്ങൾ ഉടനെ നടക്കില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. അത് നടക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അത് നടക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ചില ശ്രമങ്ങൾ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. അത്തരത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരാം. സാമ്പത്തിക തടസ്സങ്ങൾ, കാര്യ തടസ്സങ്ങൾ അഥവാ മാർഗ തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യം, പല കാര്യങ്ങളാലും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം, പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായും ധനം കൈകളിലേക്ക് വന്നു ചേരുകയും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയം, മാർഗ തടസ്സങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. എത്ര വലിയ തടസ്സങ്ങളാണ് എങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. നേടേണ്ടതായ ആവശ്യം നിങ്ങൾക്കുണ്ട്. ആ ചിന്ത നിങ്ങൾക്ക് വരും. ആ ചിന്തകളാൽ അല്ലെങ്കിൽ ഉറച്ച തീരുമാനങ്ങളാൽ മുന്നോട്ട് പോകുന്നതിലൂടെ കഠിനമായ പ്രയത്നത്താൽ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകും. എന്നാൽ പലവിധ കാര്യങ്ങളും ഭാഗ്യത്താൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നാം. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും. മറ്റുള്ളവർക്ക് ഉയർച്ച വന്നു ചേരുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം അത് സംഭവിക്കുന്നില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വരും. നിങ്ങൾക്കും ഉയർച്ചകൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, പലവിധ കാര്യങ്ങൾ അനുകൂലമാവുക, ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. 28 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പലവിധ അനുകൂലമായ കാര്യങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം. കൂടാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ മുതലെടുക്കുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അവകാശപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സമയം, പല കാര്യങ്ങളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ അഥവാ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേർന്നു എന്ന് വരാം. ജീവിത വിജയങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഈശ്വരാധീനം ഈ സമയം നിങ്ങളിൽ കുറയുന്നില്ല എന്നതും എടുത്ത് പറയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുന്നതാണ്. കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല വിധത്തിലാണ് കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക. അത്
സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ അപരിചിതർ പോലുമാകാം. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളിൽ ഇനി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് അടുത്ത മണിക്കൂറുകളിൽ സംഭവിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചടികൾ വരുന്നതായ സമയത്ത് തളരരുത് എന്നതാണ്. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. അതിനാൽ പെട്ടെന്ന് തന്നെ പലപ്പോഴും സങ്കടം വന്നു എന്ന് വരാം. എന്നാൽ അത് ഒഴിവാക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതുമായ സാഹചര്യമാണ് ഉള്ളത്. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളും നിശ്ചയമായി നടക്കുന്ന സാഹചര്യം, നടന്നിരിക്കും എന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപം കൊള്ളുന്നതാണ്. നിങ്ങൾ പല കാര്യങ്ങൾക്കുമായി മുന്നിട്ടിറങ്ങേണ്ടത് അനിവാര്യമാണ്. ഭയം പാടുള്ളതല്ല. ഭയം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പലരും നിങ്ങളുടെ അവസരങ്ങൾ തട്ടിപ്പറിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ മുതലെടുക്കുന്നു. അതുമൂലം പലവിധ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. മനക്ലേശങ്ങളോ നെഗറ്റീവായ ചിന്തകളോ കടന്നു വരാം. എന്നാൽ അതിനെല്ലാം അവസാനമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പ്രധാനമായും ഈശ്വരൻ പ്രാർത്ഥന കേൾക്കുന്നതായ സാഹചര്യം, അത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ദിവസവും അതിനാൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പരാമർശിക്കുന്നില്ല. എന്നാൽ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ ആവശ്യമായതോ അല്ലെങ്കിൽ പിന്നീട് സന്തോഷത്തിന് വക നൽകുന്നതോ ആയ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചിന്തകൾ, ശരിയായ ചിന്തകൾ കടന്നു വരും. പോസിറ്റീവായ ചിന്തകൾ കടന്നു വരും. ആപത്ത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും അപകട സാധ്യതകൾ ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ അതെല്ലാം തരണം ചെയ്ത്, അതെല്ലാം നിങ്ങളിൽ നിന്നും അകറ്റി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് മുൻപിലുള്ളത്. മറ്റുള്ളവർ പോലും നിങ്ങളെ അവഗണിച്ചു എന്ന് വരാം. എന്നാൽ അതിൽ തളരുന്നവരല്ല. അവർ തന്നെ നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങളാണ് സംജാതമാവുക. കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തിക പരാധീനതകളുണ്ട്. എപ്രകാരം തരണം ചെയ്യണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് തീർത്തും വ്യത്യസ്തമായി മാറുന്ന സമയം തന്നെയാണ് ഇത്. കാരണം ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദുഃഖങ്ങൾ, വിഷമങ്ങൾ പുറമെ കാണിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്നതല്ല വാസ്തവം. കാരണം പല വ്യക്തികളും അത്തരത്തിൽ തെറ്റിദ്ധരിച്ചവരുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ വിഷമം നിങ്ങൾക്കേ അറിയൂ. ഈശ്വര വിശ്വാസമുള്ളവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നതായ സമയം. അതിനാൽ തീർച്ചയായും ഈ സമയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ശുഭാപ്തി വിശ്വാസം വന്നു ചേരും. പലവിധ കാര്യങ്ങളിലും തിരിച്ചടികൾ വന്നാലും വീണ്ടും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അടുക്കും ചിട്ടയോടെയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കും. കൂടാതെ കുറ്റപ്പെടുത്തിയവർ പോലും പ്രശംസിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലവിധ കാര്യങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാണ്. അതിൽ പല കാര്യങ്ങളും തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലവിധ ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ആ ദോഷങ്ങളുടെ കാഠിന്യം ക്രമേണ കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം കൈകളിൽ പണം നിറയുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക, ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. പിന്നീട് മതി എന്ന് മാറ്റിവെച്ചതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അതിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളായി മാറും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ സമയം, ഭാഗ്യം ഉദിച്ചിരിക്കുന്നതായ സമയം.
അതിനാൽ ചെയ്യുന്നതായ പ്രവർത്തികളിലും വന്നു ചേരുന്നതായ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും.